SSLC ഹിന്ദി ബീർ ബഹൂട്ടി രണ്ടാം ഭാഗം. കുട്ടികളെ, ആദ്യ ഭാഗം നിങ്ങൾ കണ്ടുല്ലോ. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണേ. ഇനി രണ്ടാം ഭാഗം തുടങ്ങുകയാണ്. ഇതിലെ ഒരു പുതിയ കഥാപാത്രം കൂടിയും കഥയിൽ വരികയാണ്. ഉസ്കാ നാം ഹെ സുരേന്ദർ ജി. ഇതിലെ മുഖ്യ ഘടന എന്താ വെച്ചാൽ സുരേന്ദർ ജി കാ ബേലാസെ ക്രോധ് കർണ. ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സുരേന്ദർ ജി എന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാന സൂചകമായിട്ട് ജി ഉണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. സുരേന്ദർ ജി കാ ബേലാസെ ക്രോധ് കർണ, ബേലയോട് ദേഷ്യപ്പെടുകയാണ്. അപ്പം നോക്കാം അല്ലേ. तो हम देखिए ये सुरेंदर जी कौन है, तो सुनो. गणित के मास्टर साहब सुरेंदर जी का पीरियड खेल घंटी के बाद आता था. बच्चे उनसे कामते थे और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ കുട്ടികളെ, കോൺ ഹേ യെ സുരേന്ദർ ജി? ഗണിത് കെ മാട്ട് സാബ് ഹെ. ഗണിതത്തിൻ്റെ അധ്യാപകനാണ് സുരേന്ദർ ജി. तो सुरेंदर जी कौन है? गणित के माट साहब है. गणित के माट साहब कौन है? गणित के माट साहब सुरेंदर जी है. കുട്ടികൾക്ക് അദ്ദേഹത്തിനെ പേടിയായിരുന്നു. ബച്ചെ ഉൻസെ കാംതേ ധേ, കാമ്പിന വിറയ്ക്കുക. और ഖേൽ ഘണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹലെ. ഖേൽ ഘണ്ടി നിങ്ങൾക്കറിയാം, ഖേൽന കളിക്കുക. ഖേൽ ഘണ്ടി PT പീരീഡാണ്. ബന്ദ് ഹോനേക്ക് 2 മിനിറ്റ് പെഹലെ, PT പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ, പെഹലെ മുമ്പ് 2 മിനിറ്റ് മുമ്പ് തന്നെ അവരെ അവനവൻ്റെ സ്ഥലത്ത് വന്നിരിക്കുമായിരുന്നു എന്ന് പറയുക. നമ്മളൊക്കെ എന്താ ചെയ്യുക? PT പീരീഡ് മാക്സിമം സമയം ഗ്രൗണ്ടിലാവും. അടിച്ച് കേട്ടാലേ നമ്മൾ അവിടുന്ന് പോരുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ ഇവർക്ക് സുരേന്ദർജിയെ നല്ല പേടിയായതുകൊണ്ട് നേരത്തെ വന്ന് സീറ്റിലിരിക്കും. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ ധേ. ആ പീരീഡ് അദ്ദേഹം നോട്ട് നോക്കുമായിരുന്നു. ജറാസി ഗലത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या झापट मारने लगते थे. അദ്ദേഹം നന്നായി ഉപദ്രവിച്ചിരുന്നു പറയാണ്. ജറാസി ഗലത്തി പർ, ചെറിയൊരു തെറ്റിന് പോലും, ഗലത്തി തെറ്റ്, ജറാസി വളരെ ചെറുത്, ഇധർ ഉധർ ഫേക്ക് ദേത്തേ ധേ, ഫേങ്കിന എറിയ, കുട്ടികളെ എറിയുമായിരുന്നു പറഞ്ഞാൽ എന്താ? നോട്ട് വലിച്ചെറിയും. കയ്യിൽ കിട്ടുന്നത് എന്താണോ അത് വലിച്ചെറിയുമെന്ന്. യാ ഛാപ്പട്ട് മാർനെ ലഗ്തേ ധേ, നല്ല അടിയടിക്കും. ഛാപ്പട്ട് മാർന, അടിക്കുക. കവളത്തടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്ക്. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്താ ഥാ. കയ്യെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ നിർത്തണ്ടേന്ന് കയ്യിന് പോലും അറിയുമായിരുന്നില്ല എന്നത് പറഞ്ഞാൽ എന്താ? കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, അതായത് അടിക്കാൻ തുടങ്ങിയ പിന്നെ അടി നിർത്തൽ ഈ കയ്യിന് അറിയില്ല എന്ന്. അങ്ങനെ ഒരാളായിരുന്നു സുരേന്ദർ ജി. एक दिन സുരേന്ദർ ജി മാട്ട് സാബ് ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദർ ജി ബേലയുടെ മുടി പിടിച്ച് വലിച്ചു. മുടിക്കുത്തിന് പിടിക്കുക എന്നാണ് ബാലോമേ പഞ്ചാ ഫസാന എന്ന് പറഞ്ഞ അർത്ഥം. ബാൽമുടിയാണ്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. എന്താ പറയണേ? അദ്ദേഹം ഏത് തെറ്റ് കണ്ടിട്ടാണോ അവളുടെ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങിയത്, ആ തെറ്റ് അങ്ങനെയൊരു തെറ്റേ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറയാണ്. ഉനോനെ ബേലാക്കോ ഛോഡ് ദിയ. അപ്പം അദ്ദേഹം ബേലെ വെറുതെ വിട്ടു, അതായത് മുടിയൊക്കെ വിട്ടു. ഉനോനെ, ഇവിടെ നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സർവനാം പ്ലസ് പ്രത്യയി പറയുകയാണെങ്കിൽ ഉനോനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? രണ്ടാക്കി എഴുതാം. ഉനോനെ വേ പ്ലസ് നേ അല്ലേ. ഉനോംനെ, അവിടെ പ്രത്യയം വേറെ തന്നെ നമുക്കറിയാം. ഉനോംനെ ലാസ്റ്റ് അവസാനിക്കുന്നത് പ്രത്യയാണ്. ഉനോനെ വേ പ്ലസ് നേ. ഉനോനെ ബേലാക്കോ ഛോഡ് ദിയ. ആരെ? മാട്ട് സാബ്, സുരേന്ദർ ജി അല്ലേ. സുരേന്ദർ ജീനെ ബേലാക്കോ ഛോഡ് ദിയ. അപ്പം കിസ്നെ, ഇവിടെ ചോദ്യം എങ്ങനെ ചോദിക്കാം? കിസ്നെ ബേലാക്കോ ഛോഡ് ദിയ. അപ്പം കിസ് എന്നുള്ള ചോദ്യവാക്ക് മാറ്റി അവിടെ ഉത്തരം വെക്കുക. പ്രത്യയം നെ അതേപോലെ വേണം. അപ്പം എങ്ങനെ പറയും? കിസ്നെ ബേലാക്കോ ഛോഡ് ദിയ, സുരേന്ദർ ജീനെ ബേലാക്കോ ഛോഡ് ദിയ. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ഈ ബേലയുടെ ഭയഭീത ചെഹര, അവളാകെ പേടിച്ചിട്ടുണ്ട്. ചെഹര മുഖം, ആ മുഖം കണ്ടിട്ട് സാഹിലും നല്ലോണം പേടിച്ചു എന്ന്. ഡർജാന പേടിക്കുക അല്ലേ, ഡർന പേടിക്കുക, ബുരീത്തര നല്ല പോലെ. ഉസ്നെ ദേഖാ കി ബേലാ കെ പാവ് അഭി ഭി കാംബ് രഹേ ഹേ. അവൻ കണ്ടു. എന്താ അവൻ കണ്ടത്? ദേഖാ, കണ്ടു. എന്ത്? ബേലാക്കെ പാവ് അഭി ഭി കാംബ് രഹേ ഹെ. ബേലയുടെ കാല് ഇപ്പോഴും വിറയ്ക്കുണ്ട് എന്ന് അവന് മനസ്സിലായി.
ജേസെ വഹ് ഘടേ ഘടേ അഭി ഗിർ ജായേഗി. അവളിപ്പം നിന്ന് അവിടെ വീഴുന്നു പോലും അവന് തോന്നിപ്പോയി എന്ന് പറയാം. ഗിർ ജായേഗി വീഴും, ഗിർന വീഴുക, ജായേഗി വരാൻ പോണ കാലാണ് അല്ലേ, ഭാവി കാലാണ്. ഏകി എന്ന് വരികയാണെങ്കിൽ അത് ഭാവി കാലാണ്. അപ്പം ഗിർ ജായേഗി വീണു പോകും അവന് തോന്നുകയാണ്. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. എന്താണ്ടായത്? സുരേന്ദർജി മാട്ട് സാബ് നോട്ട് ബുക്ക് അവൾ ഇരിക്കണ സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു വേഗം പോയിരിക്കുകയെന്ന്. അതായത് സാറിന് മനസ്സിലായി സാറിൻ്റെ തെറ്റുവന്ന്, അവളുടെ ഒരു തെറ്റുമില്ലയെന്ന്. പക്ഷെ സാറല്ലേ അത് കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതേ ഗൗരവത്തിൽ വേഗം പോയിരിക്കാൻ പറയാണ്. പക്ഷെ എന്താ ഉണ്ടായി? ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ. മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അവൾക്ക് വിഷമായി. എന്താ കാരണം? മൻ ഖരാബ് ഹോ ജാന പറഞ്ഞാൽ മനസ്സ് വിഷമിക്കുക. എന്താ കാരണം? അത് അവൾ പറയാണ്, അവൾ മനസ്സിലാലോചിക്കുകയാണ്. എന്താ? മാട്ട് സാബ് എന്നെ അടിച്ചോട്ടെ, ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അദ്ദേഹം എന്നെ അടിച്ചോട്ടെ, പക്ഷെ സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് വേണ്ടിയിരുന്നില്ല എന്ന്. കെ സാമനെ പറഞ്ഞാൽ എന്താ? മുമ്പിൽ അല്ലേ. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. അവൾക്ക് സാഹിലിൻ്റെ മുമ്പിൽ ഖുദ്കോ ഷർമിന്ദ മെഹസൂസ് കർ റഹി ഥി. അവൾക്ക് സ്വയം ഒരു ലജ്ജ തോന്നിയെന്ന്. ഷർമിന്ദ ഹോന പറഞ്ഞാൽ ലജ്ജിക്കുക. എന്താ കാരണം? മെഹസൂസ് ഹോന പറഞ്ഞാൽ അനുഭവപ്പെടുക. അവൾക്ക് അറിയാം അവള് സാഹിലിൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ സാഹിലിൻ്റെ ആ കാഴ്ചപ്പാടിൽ അവൾ നല്ല കുട്ടിയാണ് എന്ന് അവൾക്കറിയാം. അപ്പം അങ്ങനെ തോന്നണ സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവൾ സഹിക്കുമോ? അവളതെടുത്ത് പറയണ്ടേ, എത്ര വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷെ അത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് വേണ്ടിയിരുന്നില്ല എന്ന്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളെ. അവിടെ അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാം. വഹ് ഖുദ്കോ ശർമിന്ദ മെഹസൂസ് കർ റഹി ഥി ക്യോ. അവള് സ്വയം ലജ്ജിച്ചു എന്തുകൊണ്ട് ക്യോ. എന്തുകൊണ്ടാ ചോദിച്ചാൽ എന്താ പറയുക? ഇതാണ് എന്താ വരിക? സാഹിൽ വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ഛി ഹെ. വഹ് എന്ന് പറഞ്ഞാൽ ബേല. അപ്പം ഒന്നും കൂടിയും പറയാം. ബേല ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ഛി ഹെ, ലേക്കിൻ മാട്ട് സാബ് കാ യഹ് വ്യവഹാർ സാഹിൽ കെ സാമനെ ഹി ഹുവാ. പക്ഷേ മാട്ട് സാബിൻ്റെ ഈ പെരുമാറ്റം സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയായിരുന്നു. ഇസ്ലിയെ വഹ് ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ റഹി ഥി. അതുകൊണ്ടാണ് അവള് നാണക്കേട് അവൾക്ക് അനുഭവപ്പെട്ടേന്ന് കേട്ടോ. ഇനി ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അവൻ്റെ അടുത്ത് പോയി ഇരുന്നപ്പോൾ അവനെ നേരിട്ട് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്ന്. അതായത് അവൾ മുഖം ഉയർത്തിയില്ല എന്ന് നാണക്കേടുകൊണ്ട്. അങ്ങനെ ഈ സംഭവം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇവിടെയും ഇവർ തമ്മിലുള്ള അടുപ്പം കാണിക്കുകയാണ് അല്ലേ. നിക്കടത. എന്തിൻ്റെ നിക്കടത പറഞ്ഞാൽ അടുപ്പം. എന്തിൻ്റെ നിക്കടത? അവരുടെ ആ മൈത്രിയുടെ ദോസ്തിക്ക് നിക്കടത, അവരുടെ ആ ചങ്ങാത്തത്തിൻ്റെ അടുപ്പം. ഇനി അടുത്ത സംഭവം വരികയാണ്, അടുത്ത ഘടന കേട്ടോളൂ. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. ദീപാവലിയുടെ ഒഴിവ്. ചുട്ടി പറഞ്ഞ ഒഴിവാണ് കേട്ടോ, അവധി. ദീപാവലി അവധിക്ക് ശേഷം, കെ ബാദ് ശേഷം, ജബ് സ്കൂൾ ഖുല തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബന്ധി ധി. ദീപാവലിയുടെ വെക്കേഷന് ശേഷം സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ ഒരു ബാൻഡേജ് ഉണ്ടായിരുന്നു. സഫേദ് പട്ടി ബാൻഡേജാണ്. സിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തല അല്ലേ. അപ്പോൾ ബേലാക്കെ സിർ പർ, ബേലയുടെ തലയിൽ ഒരു ബാൻഡേജ് കെട്ടിയിരുന്നു. कोई उसे होय 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 सफ़ेद पट्टी कह रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कहकर चिढ़ा रहा था. ഇവള് മിടുക്കിയായതുകൊണ്ട് തന്നെ ഇവളെ നല്ലോണം കളിയാക്കും കുട്ടികൾ. അപ്പോൾ ഓരോരുത്തർ കളിയാക്കണ രീതി പറയാണ്. ചിലര് ഹോയ് 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 സഫേദ് പട്ടി, വെള്ള ബാൻഡേജുകാരി എന്ന് വിളിക്കും. ചിലരോ സുൽത്താന ഡാക്കു. ഡാക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കൊള്ളക്കാരനാണ്. അതിൽ ധീരതയുള്ള ആള് സുൽത്താന, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് വേണമെങ്കിൽ പറയാം. അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അത്രേ. നല്ല ധീരതയുള്ള നല്ല മിടുക്കനായൊരു കൊള്ളക്കാരൻ, ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാത്ത ധൈര്യശാലിയായ ഒരാൾ. അപ്പോൾ ആ ആളുടെ പേര് പറഞ്ഞിട്ടാണ് ഇവളെ കളിയാക്കാറെന്ന്. ഇങ്ങനെ പല പല പേര് വിളിക്കും.
വേറെ ചിലര് വേറെ ചിലത്, കോയി കുച്ചോർ കഹക്കർ ചിഠാരഹാധ, ചിഠാന പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കുക. ये क्या हो गया बेला, സാഹിൽ ने പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. അപ്പം നമ്മുടെ കൂട്ടുകാരൻ സാഹിൽ വന്നു. സാഹിലിന് സങ്കടാവുന്ന ഉറപ്പല്ലേ, ചോദിക്കുകയാണ് ഏ ക്യാ ഹോ ഗയാ ബേല, എന്താ പറ്റിയെന്ന് നിനക്ക് ചോദിക്കുകയാണ്. ഛത് സേ ഗിർ ഗയി, വീടിൻ്റെ എന്താ പറയുക, മേൽത്തട്ടിന്ന് വീണു, അതായത് 2ാം നിലയിൽ നിന്ന് താഴത്തേക്ക് വീണു എന്ന്. ഛത്ത് സേ ഗിർ ഗയി, ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര അല്ലേ, മേൽക്കൂരയാണ്. बेला ने हंसते हुए कहा और कहा बहुत दिन हो गए, आज घेलघंडी में गांधी चौक में लंगड़ी टांग खेलेंगे. അവൾ ഇതൊന്നും നിസ്സാരമായിട്ട് അവന് തോന്നാൻ വേണ്ടി, അവന് വിഷമായിന്ന് ബേലയ്ക്ക് അറിയാം. അപ്പോൾ ബേല ഹസ്തേ ഹുയെ കഹ, ചിരിച്ചും കൊണ്ടാ പറയണേ, ഛത് സേ ഗിർ ഗയിന്ന്, വീണു എന്നുള്ളത് ചിരിച്ചിട്ടാ പറയണം. എന്നിട്ട് അവൾ പറയാണ് ബഹുദ്ദിൻ ഹോ ഗയെ, കുറേ ദിവസമായില്ലോ, ഇന്ന് നമുക്ക് ഖേൽഘണ്ടിമേ, മുമ്പ് പറഞ്ഞില്ലേ PT പീരീഡ്, ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്ക് ഖേലെങ്കെ, ഗാന്ധി ചൗക്കിൽ പോയിട്ട് ലങ്കടി ടാങ്ക് കളിക്കാം എന്ന്. ലങ്കടി ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഞൊണ്ടി കളിക്കില്ലേ, ഒരു കാല് കൊണ്ട് ഞൊണ്ടി കളിക്കില്ലേ, അതാണ് ലങ്കടി ടാങ്ക് ഖേൽന. അപ്പം ഇവൻ്റെ ഉത്തരാണ് നഹി ഖേലെങ്കെ തേരെ സിർ മേ ഫിർ സേ ലഗ് ജായേഗി തോ, ഏയ് പറ്റില്ല, കളിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയാണ് സാഹിൽ. എന്താ കാരണം, നിന്റെ തലയിൽ ആദ്യം പറ്റിയാലോ, മുറിവ് ഒന്നും കൂടിയും കൂടിയാലോ, ഫിർസേ ലഗ് ജായേഗി, വീണ്ടും പറ്റിയാലോ. നഹി ലഗേഗി, ബേലാനെ ജിദ് കി, ഏയ് ഒന്നും പറ്റില്ല എന്ന് ബേല പറയാണ്. ജിദ് കി, വാശി പിടിച്ചു. ജിദ് കർന പറഞ്ഞാൽ വാശി പിടിക്കുക. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी लंगड़ी टांग खेले. വേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ, വേ അവർ അല്ലെ, എല്ലാ കുട്ടികളും, ഇവരും മറ്റു കുട്ടികളും. ഹമേശ കീ തരഹ്, എപ്പോഴും ചെയ്യണ പോലെ, ഹമേശ എല്ലായ്പ്പോഴും, കീ തരഹ് പോലെ, സാരേ ബച്ചോം കെ സാത്ത്, അതായത് ഇവിടെ വേ എന്ന് പറയുന്നത് ബേല ഔർ സാഹിലാണ് കേട്ടോ, വാചകം നോക്കൂ, വേ ബേല ഔർ സാഹിൽ ഹമേശ കീ തരഹ്, എപ്പോഴും ഉള്ള പോലെ, സാരേ ബച്ചോം കെ സാത്ത്, മുഴുവൻ കുട്ടികളുടെ കൂടെയും, ഗാന്ധി ചൗക്ക് കി ബാലു മേം പൂരി ഖേൽഘണ്ടി ലങ്കടി ടാങ്ക് ഖേലേ, ഗാന്ധി ചൗക്കിൻ്റെ ബാലു, മണൽത്തരി, മണൽത്തിട്ട് എന്നൊക്കെ പറയാം, ആ മണലുള്ള പ്രദേശമാണ്. ഗാന്ധി ചൗക്ക് പറഞ്ഞാൽ ഗാന്ധി സ്ക്വയർ, ഗാന്ധിയുടെ പ്രതിമ വെച്ച ആ സ്ഥലം, അവിടെ പൂരി ഖേൽഘണ്ടി PT പീരീഡ് മുഴുവൻ ലങ്കടി ടാങ്ക് ഖേലേ, അവർ ഈ കളി കളിച്ചു എന്ന്. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. ഇവിടെ പറയണത് കുട്ടികളുടെ ഈ കളി കണ്ടിട്ട്, ഇൻ ബച്ചോം കോ, ഈ കുട്ടികളെ, അപ്നെ ചാരോമോർ ഖേൽത്തെ ദേഖ്കർ, ചാരോമോർ 4 വശവും, തൻ്റെ 4 വശവും ഈ കുട്ടികളുടെ കളി കണ്ടിട്ട്, ഗാന്ധിജി കി മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമ, ഐസി ദിഖായി പടുത്തി, അങ്ങനെ തോന്നുമായിരുന്നു, എങ്ങനെ, ജैसे और समय से कुछ अधिक मुस्कुरा रही हो, ഗാന്ധിജിയുടെ പ്രതിമ അല്ലെങ്കിലേ ചിരിച്ചും കൊണ്ടാണ് നിൽക്കണേ. ഇപ്പം 4 ഭാഗത്തും ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് ഗാന്ധിജിയുടെ ആ പ്രതിമയ്ക്ക് സന്തോഷമായിട്ട് ഒന്നും കൂടിയും ചിരിക്കണ പോലെ തോന്നിയെന്ന്. ഈ ഭാഗത്ത് നോക്കൂ, ചോദിക്കാറുണ്ട് കേട്ടോ, ഈ സൈഡിലെ ആ ചോദ്യം കണ്ടില്ലേ. അപ്പം എന്താ ഇവിടെ പറയാം, ക്യോം ചോദിച്ചാൽ എന്ത് പറയാം, ഇതവിടെ ഉണ്ട്. इसका मतलब क्या है, गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. क्यों എന്ന് ചോദിക്കാം, ക്യോം എന്ന് പറഞ്ഞാൽ വൈ, അല്ലെങ്കിൽ ചോദിക്കാം ഇസ്കാ മത്ലബ് ക്യാ ഹെ, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന്. അപ്പം എന്താ അർത്ഥം, ചുറ്റുപാടും അത്രയും സന്തോഷം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഗാന്ധിജിയുടെ ആ പ്രതിമ ഒന്നും കൂടിയും ചിരിക്കണ പോലെ തോന്നി എന്ന് പറയണത്. അപ്പം എന്ത് നമുക്ക് എഴുതണം, ഗാന്ധിജിയുടെ ആ ചുറ്റുപാട് മുഴുവൻ സന്തോഷത്തിൻ്റെ ഒരു വാതാവരണം, ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരുന്നു എന്ന് നമുക്ക് എഴുതണം അല്ലേ. അപ്പം അതെങ്ങനെ ഹിന്ദിയിൽ പറയാം, ചാരോ മോർ ഖുഷി കാ വാതാവരൺ ഹെ, ബച്ചെ ഖുഷി സേ ഖേൽത്തെ ഹെ ഇസ്ലിയെ ഐസാ ലഗ. അതായത് 4 ചുറ്റും സന്തോഷത്തിൻ്റെ ഒരു വാതാവരണം എന്ന് പറഞ്ഞാൽ പരിതസ്ഥിതി, സന്തോഷത്തിൻ്റെ ഒരു ചുറ്റുപാടായിരുന്നു, കുട്ടികൾ സന്തോഷത്തോടെ കളിക്കായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് എന്ന്. എങ്ങനെ, ഗാന്ധിജിയുടെ ആ പ്രതിമ ഒന്നുകൂടി ചിരിക്കണ പോലെ തോന്നിയത് എന്ന്. ഇനി അടുത്ത സംഭവത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത സംഭവം എന്താ,
ഇതുവരെ ബേലാക്കെ സിർ പർ ചോട്ട് ലഗ്ന എന്നാ പറഞ്ഞത്. അടുത്ത സംഭവം പറഞ്ഞത് സാഹിൽ കെ പൈർമേ ചോട്ട് ലഗ്ന. ദാ സാഹിലിന്റെ കാലുമ്മയും മുറിവേൽക്കുകയാണ്. ചോട്ട് ലഗ്ന പറഞ്ഞാൽ മുറിവേൽക്കുക, പൈർ കാല്. ഇനി കേട്ടോളൂ. രവിവാർ കാ ദിൻ ഥാ. ആഴ്ചയുടെ പേരൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? രവിവാർ, സോമവാർ അല്ലേ? ആഴ്ചയുടെ ആദ്യത്തെ ദിവസം സൂര്യനിലാ തുടങ്ങുക. രവി എന്ന് പറഞ്ഞാൽ സൂര്യനല്ലേ, പിന്നെ ചന്ദ്രൻ, സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പോൾ ഹിന്ദിയിലും അതനുസരിച്ചാണ് കേട്ടോ, ആകാശഗോളങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് പേര്. അപ്പോൾ ആദ്യത്തെ രവിവാർ, രവി സൂര്യൻ, പിന്നെ സോമവാർ, അങ്ങനെ അങ്ങനെ വരും. മംഗൾവാർ നിങ്ങൾക്ക് അറിയാലോ, ചൊവ്വ. അപ്പം അങ്ങനെ അങ്ങനെ വരും. അപ്പോൾ ഇനി കേട്ടോളൂ. രവിവാർ കാ ദിൻ ഥാ, ഞായറാഴ്ചയായിരുന്നു. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹില് സ്വന്തം വീട്ടിൽ നീം കാ പേട് പറഞ്ഞ വേപ്പുമരാണ്. വേപ്പുമരത്തിൻ്റെ ഡാലി പക്കട്കർ, ഡാലി കൊമ്പ്, ഡാലി പക്കട്കർ പിടിച്ചിട്ട് ഝൂം രഹാധ, ഊഞ്ഞാലാടുകയായിരുന്നു എന്ന്. ഝൂംന ഊഞ്ഞാലാടുക. വഹേക്ക് സ്റ്റൂൾ പർ ചടുക്കർ ഝൂൽത്താധ, ഒരു സ്റ്റൂളുമ കയറിയിട്ടാണ് അവൻ ആടിയിരുന്നത്. അപ്പോൾ കുട്ടികളെ, ചടുക്കർ എന്ന് പറഞ്ഞാൽ എന്താ? കയറിയിട്ട്. പക്കെടുക്കർ പിടിച്ചിട്ട്. അപ്പം ചൽക്കർ നടന്നിട്ട്, ഉട്കർ എഴുന്നേറ്റിട്ട് അല്ലേ? അപ്പോൾ ഓരോന്നിലും ആ കർ വരുമ്പോഴുള്ള പ്രത്യേകത അറിയണം കേട്ടോ. പഠിക്കർ വായിച്ചിട്ട്, ഹസ്കർ ചിരിച്ചിട്ട്, അതുപോലെ. ഇനി അചാനക്, അപ്പോൾ സ്റ്റൂളുമ്മ കയറി ആടുകയായിരുന്നു ആര്? നമ്മുടെ സാഹിൽ. ഇനി അചാനക് ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടലിമേ ലഗ് ഗയി. പെട്ടെന്ന്, അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ടൂട്ടേ സ്റ്റൂൾ, ആ സ്റ്റൂള് പൊട്ടിയൊരു സ്റ്റൂളാണ്. ടൂട്ടേ സ്റ്റൂൾ, പൊട്ടിയ സ്റ്റൂള്. അതിൻ്റെ ഏക്ക് കീൽ, ഒരാണി, അതായത് സ്റ്റൂള് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആണിയുടെ ഭാഗമൊക്കെ പോകുന്നുണ്ടാവും അല്ലേ? അപ്പം കീൽ എന്ന് പറഞ്ഞാൽ ആണി. ആ ആണി സാഹിലിൻ്റെ പിണ്ടലിമേ ലഗ് ഗയി. പിണ്ടലി എന്ന് പറഞ്ഞാൽ പിന്നെ മുട്ടിൻ്റെയും ഈ കണങ്കാലിൻ്റെയും ഇടയിലുള്ള ആ കാലിൻ്റെ പിൻഭാഗം, ആ നല്ല മാംസളായിട്ടുള്ള കാൽവണ്ണ എന്നൊക്കെ പറയില്ലേ, ആ ഭാഗമാണ്. അവിടെ ലഗയി, അവിടെ പറ്റി, നാണി അവിടെ തറച്ചു എന്ന് അതാ പറയണത്. ഇനി അവിടെ നോക്കൂ. ഏക് കിൽ സാഹിൽക്ക് പിണ്ടലിമേ ലഗയി. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഢ ഹോ ഗയ, 1 ഇഞ്ച് ആഴമുള്ള മുറിവായി എന്ന്. ഗഡ്ഢ പറഞ്ഞ കുഴിയാണ്, ഗഹര ആഴമുള്ളത്. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഢ ഹോ ഗയ. ഇനി ഇവിടെ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ വിശേഷണ ശബ്ദങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. നോക്കൂ. ടൂട്ടേ സ്റ്റൂൾക്ക് ഏക്ക് കീൽ. അപ്പോൾ സ്റ്റൂളിൻ്റെ പ്രത്യേകത വിശേഷണം എന്താ? ടൂട്ടേ സ്റ്റൂൾ. അപ്പോൾ ടൂട്ടേ സ്റ്റൂളിന് തന്നു വെച്ചാൽ വിശേഷൺ ശബ്ദ കോൺസാ ഹേ? ടൂട്ടേ അല്ലേ? അപ്പോൾ വിശേഷണം എപ്പോഴും ഉണ്ടാവുക 2 വാക്കുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ വാക്കായിരിക്കും. നല്ല കുട്ടി, അതിൽ നല്ല എന്നുള്ളത് ആദ്യമല്ലേ, കുട്ടിയുടെ മുമ്പിലല്ലേ വരിക. അപ്പം അതും കൂടി, പൊസിഷനും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി അടുത്തത്, ഉസേ സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയ. ഉസേ, അപ്പം കിസ്സേ, ആരെ അല്ലേ? ആരെ കൊണ്ടുപോയത്? കിസ്സേ ലേ ഗയ, സാഹിൽ കോ ലേ ഗയ. കഹാം ലേ ഗയ, എവിടേക്ക് കൊണ്ടുപോയി? സർക്കാരി അസ്പതാൽ മേ ലേ ഗയ. എന്താ സർക്കാരി അസ്പതാൽ? ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലേ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഇനി ക്യോം ലേ ഗയ, എന്തുകൊണ്ട്? വൈ, എന്തിനാ കൊണ്ടുപോയത്? പട്ടി ബന്ധുവാനെ ലേ ഗയ. പട്ടി ബന്ധുവാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താ? മുറിവ് കെട്ടൻ അല്ലേ? പട്ടി ബന്ധുവാനെ ലേ ഗയ. ഉസ്നെ ദേഖാ കി 2 ലോഗോം കോ ചോഡ്കർ ആകെ ബേല ഖടി ഹൈ. അവൻ കണ്ടു. ഉസ്നെ ദേഖാ, അപ്പം കിസ്നെ ദേഖാ? സാഹിലിനെ ദേഖ. ക്യാ ദേഖ? അത് പറയാം. എന്താ കണ്ടത്? 2 ലോഗോം കോ ചോഡ്കർ ആകെ ബേല ഖടി ഹെ. 2 ആളപ്പുറം ബേല നിൽക്കുന്നുണ്ട്. എവിടെ? ആശുപത്രിയിലെ ആ വരിയിലേ. ഇനി സിർ മേ പട്ടി ബന്ധുവാനെ ആയി ഹെ. വഹ് ക്യോം ആയി ഹെ? അവൾ എന്തിനാ വന്നത്? സിർ മേ പട്ടി ബന്ധുവാനെ ആയി ഹെ. അവളുടെ തലയിലും ബാൻഡേജ് മാറ്റിക്കെട്ടണ്ടേ, അതിനാണ് അവൾ പോന്നേക്കണത്. സ്കൂൾ ആത്തേ ജാത്തേ ഹുയി. അങ്ങനെ ആ സംഭവം. അപ്പം അടുത്ത സംഭവം. അപ്പം 2 പേർക്കും ഒരേപോലെ മുറിവ് പറ്റി. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. എന്താ പറയണേ? പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്കൂളിലേക്ക് ആത്തേ ജാത്തേ, വരികയും പോവുകയും ചെയ്യണ, അവർ കക്ഷാമേം, സ്കൂളിലേക്ക് വരികയും പോവുകയും ക്ലാസ്സിലും
കൈ ദിനോം തക്ക് കുറേ നാളോളം, കുറേ ദിവസങ്ങളോളം അങ്ങനെയുള്ള 2 കുട്ടികളെ കണ്ടിരുന്നു. എങ്ങനെയുള്ള 2 കുട്ടികളെ? ഒരാളുടെ തലയിൽ ബാൻഡേജ്, മറ്റാളുടെ പിണ്ടലിയിൽ ബാൻഡേജ്. പിണ്ടലി പറഞ്ഞാൽ കാൽവണ്ണ, അതായത് കൈ, വേണമെങ്കിൽ നമുക്കിവിടെ കാലുമ്മ എന്ന് പറയാം. ഒരാളുടെ തലയിൽ, ഒരാളുടെ കാലുമ്മ, അങ്ങനെ 2 ബാൻഡേജ് ഇട്ട കുട്ടികളെ എപ്പോഴും കാണായിരുന്നു എന്ന്. ഇനി സഫേദ് പട്ടി വാലേ യേ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ. അതാണ് അവിടെ പ്രാധാന്യം. ഈ ബാൻഡേജ് ഇട്ട 2 പേരും എവിടെയും ഒപ്പേ കാണാറുള്ളൂ എന്ന്. ഇനി ആ സംഭവം അപ്പം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ആ മിത്രതയുടെ ഇത് കാണിക്കുകയാണ്. അതായത് ഒന്ന് പറ്റിയപ്പോൾ അതേപോലെ മറ്റാൾക്കും പറ്റിയെന്ന്. ഇനി അടുത്ത സംഭവത്തിലേക്ക് കിടക്കുക. അതെന്താ? 5वीं कक्षा का റിസൾട്ട്, 5ാം ക്ലാസ്സിലെ റിസൾട്ട്. അപ്പം നമുക്കിവിടെ ഊഹിക്കാം 2 പേരും 5ാം ക്ലാസ്സിലാണ് അല്ലേ. 5वीं कक्षा का റിസൾട്ട് ആ ഗയാ, ദോനോ ചഡ്ഢി മേ ആ ഗയേ. 2 പേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. അപ്പം ആരാ? ये दोनों कौन है? बेला और साहिल चड्ढी में आ गए. कौन चड्ढी में आ गए? बेला और साहिल चड्ढी में आ गए. यह स्कूल 5वीं तक ही था. ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അപ്പം അവിടെ എപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താ? ബേല ഔർ സാഹിൽ ക്യോം അലഗ് ഹോ ഗയേ. അതായത് ഇനി കഥയിൽ പറയാൻ വരുന്നത് അതാണ്. 2 പേരും 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്കായി. ആ സ്കൂൾ 5 വരെ ഉള്ളൂ പറഞ്ഞാൽ 2 പേർക്കും സ്കൂള് മാറണം അല്ലേ. അപ്പം ഇവിടെ ഒരു ചോദ്യം വരും. അങ്ങനെ അവർ അവിടുന്ന് അകലെയാണ്, അതായത് 2 പേര് 2 സ്കൂളിലേക്ക് മാറിപ്പോവാണ്. അപ്പം എപ്പോഴും അവിടെ ഒരു ചോദ്യം വരാറുണ്ട്. യേ ക്യോം അലഗ് ഹോ ഗയേ, ഇവരെന്തുകൊണ്ടാണ് വേറിട്ട് പോയത് എന്ന്. അപ്പം എന്താ അവിടെ പറയുക? 5वीं कक्षा का റിസൾട്ട് ആ ഗയാ. 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോ ചഡ്ഢി മേ ആ ഗയേ. 2 പേരും 6ാം ക്ലാസ്സിലെത്തി. യഹ് സ്കൂൾ 5वीं തക് ഹി ഥാ. ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. ഈ സ്കൂൾ അത്ര വരെ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലിയേ യേ ദോനോ അലഗ് ഹോ ഗയേ. നമുക്കവിടെ ശ്രദ്ധിക്കണം. ഇനി ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് റിസൾട്ടിൻ്റെ അന്ന്. സാഹിൽ അബ് തും കഹാം പഠോഗേ? ബേലാനെ പൂച്ച. എന്താ ബേല ചോദിക്കണത്? ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ നോക്കൂ. സാഹിൽ അബ് തും കഹാം പഠോഗേ. ഇവിടെ നമുക്ക് ക്ലിയർ ആണ് അല്ലേ. ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ സാഹിൽ എന്നാണ്. അപ്പം സാഹിലേ എന്ന് വിളിക്കണമെങ്കിൽ അത് പറയണത് ബേലയാണ്. മാത്രമല്ല പുറത്ത് ബേലയുടെ പേരുണ്ട്. സാഹിലെ നീ എവിടെയാ പഠിക്കുകയെന്ന് അല്ലേ. അപ്പം സാഹിൽ പറയാണ്. സാഹിലെ ഉത്തരം പറയാണ്ട് ചോദിക്കുകയാണ്. സാഹിലിനെ പൂച്ച. ഔർ തും കഹാം പഠോഗി ബേല? സാഹിലിനെ പൂച്ച. സാഹിൽ തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. നീ എവിടെയാ പഠിക്കുക ബേലേന്ന്. അപ്പോൾ അടുത്തത് കേട്ടോളൂ. മേരെ പാപ്പ കഹ് രഹേ ധേ കി തുझे രാജകീയ കന്യാ പാഠശാല മേ പഠായെങ്കെ. എൻ്റെ പാപ്പ പറയാറുണ്ട്. എന്താ പറയാറ്? തുझे, നിന്നെ. അതായത് ഇത് പറയണ ബേലെ. രാജകീയ കന്യാ പാഠശാലമേ പഠായെങ്കി. രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ. കന്യ എന്ന് പറഞ്ഞാൽ ഗേൾസാന്ന് ഉറപ്പല്ലേ. ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠായെങ്കി, പഠിപ്പിക്കും. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ പറയാറ്. ഔർ തും, അപ്പം നീയ്, അതായത് സാഹിലിനോട് ചോദിക്കുക നീയോ? ഔർ തും. അപ്പം അവൻ ഉത്തരം പറയാണ്. മുझे അഗലെ സാൽ അജ്മേർ ഭേജ് ദേംഗെ. വഹാം ഏക് ഹോസ്റ്റൽ ഹെ, ഘർ സേ ദൂർ വഹാം അക്കേലാ രഹൂങ്ക. എന്താ അവൻ പറയണേ? എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കുന്ന അച്ഛൻ. അജ്മേർ സ്ഥലപ്പേരാണ് കേട്ടോ, രാജസ്ഥാനിലെ ഒരു സ്ഥലപ്പേരാണ്. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഘർ സേ ദൂർ വഹാം അക്കേലാ രഹൂങ്ക. ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, അക്കേല. വീട്ടിൽ നിന്ന് ദൂരെ അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഒറ്റയ്ക്ക് നോക്കി നോക്കൂ, ഹോസ്റ്റലിൽ ഒറ്റയ്ക്കല്ലല്ലോ. പക്ഷേ ഇവളായിട്ട് വേർപിരിയുമ്പോഴുള്ള അവൻ്റെ ദുഃഖം അവൻ കാണിക്കുകയാണ് വാക്കിലൂടെ. അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതിൻ്റെ അർത്ഥം ബേല കൂടെ ഉണ്ടാവില്ല എന്ന്. ക്യോം സാഹിൽ, അതെന്താ അവിടെ ചോദിക്കുകയാണ് ബേല. ക്യോം സാഹിൽ, എന്താ സാഹിൽ? വൈ, എന്തുകൊണ്ടാ സാഹിൽ അവിടെയെന്ന്. വൈ പത്താ നഹി ക്യോം, എനിക്കറിയില്ല എന്താ കാരണം എന്ന്. അപ്പോൾ ഇവള് പറയാ तो यानी कि अब तुम फुलेरा में ही नहीं रहोगे. അപ്പം നീ സ്കൂൾ മാറുക എന്ന് മാത്രമല്ല ഇവിടെ ഉണ്ടാവില്ലേ ഫുലേര. നമ്മൾ പറഞ്ഞു ഫുലേര ജംഗ്ഷൻ, ഇവരുടെ ആ സ്കൂളൊക്കെ ഉള്ള, അവരുടെ വീടൊക്കെ ഉള്ള ആ ഭാഗമാണ് ഫുലേര. അപ്പം നീ ഇനി ഫുലേരയിലും ഉണ്ടാവില്ലേ എന്ന്. വേറെ സ്കൂളിൽ പഠിച്ചോട്ടെ, പക്ഷേ ഫുലേരയിൽ തന്നെ ഉണ്ടെങ്കിൽ ഇവർക്ക് കാണാം, ഇവർക്ക് കളിക്കാം. ഇപ്പോൾ ഇവൾക്ക് സങ്കടം. ഇവള് ചോദിക്കുകയാണ് അപ്പം നീ ഇനി ഫുലേരയിലേ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉത്തരം പറയാം നഹി.
ഇല്ല, ഞാൻ ഉണ്ടാവില്ല. പിന്നെ അവൻ വിഷയം മാറ്റുകയാണ്, സങ്കടം വന്നിട്ട് അല്ലെങ്കിൽ കരഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാവും വിഷയം മാറ്റുകയാണ്. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, നിൻ്റെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് കാണിച്ചതാ. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ ഔർ ബേല സാഹിൽ കാ. അതായത് അവർ പരസ്പരം റിപ്പോർട്ട് കാർഡ് നോക്കുകയാണ്, സാഹിൽ ബേലയുടെയും ബേല സാഹിലിൻ്റെയും. ആജ് ആഖിരി ബാർ വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂ കർ ദേഖ് രഹേ ഥേ. എന്താ കഥാകാരൻ പറയണത്, കഹാനികാർ എന്താ പറയണേ, ആഖിരി ബാർ ഇന്ന് ലാസ്റ്റ് തവണ, അവസാന തവണയാണ് അവർ ഒരാൾ മറ്റാളുടെ എന്തെങ്കിലും ഒരു സാധനം തൊട്ട് നോക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം, അവരെ വേർപിരിയാൻ പോവുകയാണ്. അതായത് ഇനി ഇങ്ങനൊരു സാഹചര്യം അവർക്ക് കിട്ടില്ല എന്ന്, ഇങ്ങനെ ഒരാൾ മറ്റാളുടെ സാധനം തൊട്ട് നോക്കാനുള്ള ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനൊരു കൂടിക്കാഴ്ച അവർക്ക് ഇനി കിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ തുമാരി ആംഖുമേ ആസു ക്യോ മാരഹേ ഹെ ബേല, എന്താ നിൻ്റെ കണ്ണിൽ കണ്ണീര് വരണേന്ന്, നീ എന്തിനാ കരയണേ ചോദിക്കുകയാണ് സാഹിൽ ചോദിക്കുക. അപ്പോൾ അവൾക്ക് കരയണൂന്ന് അങ്ങോട്ട് പറയാൻ വയ്യ, അവൾ കരയുകയാണെങ്കിലും. അപ്പോൾ അവൾ പറയാണ്, മുച്ചേക്കാപ്പത്ത, എനിക്ക് എങ്ങനെയാ അറിയാം, മുച്ചേക്കാപ്പത്ത. ബേലാനെ ഡബ് ഡബായി ആംഖോ സേ ഹസ്തേ ഹുയേ കഹ. അതാണ് അവളുടെ പ്രത്യേകത. അവൾ സങ്കടമൊക്കെ വന്നാലും ചിരിച്ചുകൊണ്ടാ പറയണേ. ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ, ഡബ് ഡബായി ആംഖോം സേ, നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ. ആങ്ക് കണ്ണാന്ന് നിനക്കറിയാലോ, ഡബ് ഡബായി നിറഞ്ഞു തുളുമ്പുന്ന. സാഹിൽ കി ആംഖ്. ഇനി നമ്മൾ വായിക്കാൻ പോണ ഭാഗം ശ്രദ്ധിക്കണം, ഇതിൽ കുറേ ഉപമയുണ്ട്. അതായത് കഥയുടെ പേര് ബീർബഹൂട്ടിയാണല്ലോ, അപ്പോൾ ബീർബഹൂട്ടിയായിട്ട് കുറേ സാമ്യത ഇവർക്ക് കൽപ്പിക്കണ കുറേ വാചകങ്ങളാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ബാക്കിലുള്ള നിങ്ങൾക്ക് ചെയ്യാനുള്ള ചേരുംപടിയിലും ഇത് കാണും, പരീക്ഷയ്ക്കും വരാറുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. സാഹിൽ കി ആംഖേം ബീർബഹൂട്ടി കി തര ലാൽ ഹോനെ ലഗി ധി. എന്താ, സാഹിലിൻ്റെ കണ്ണുകൾ ബീർബഹൂട്ടിയുടെ പോലെ ലാൽ ഹോനെ ലഗി ധി. ലാൽ നിങ്ങൾക്കറിയാലോ, ലാൽ രക്തവർണ്ണ, സുർക്ക് അല്ലെ, ചുവപ്പ് നിറം. സാഹിലിൻ്റെ കണ്ണുകൾ ബീർബഹൂട്ടിയുടെ പോലെ ചുവന്നിരുന്നു, അല്ലെങ്കിൽ ചുവക്കാൻ തുടങ്ങിയിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. उनमें ഏതിൽ, ഉന്മേം വേ പ്ലസ് മേം, ഉന്മേം ഏതിലെ, ആ കണ്ണുകളിൽ. ബാരിഷ് കി ബൂന്തോം സാ പാനി ഭർ ഗയാ ഥാ, മഴത്തുള്ളികളെ പോലെ വെള്ളം നിറഞ്ഞിരുന്നു. അപ്പോൾ ആ വെള്ളത്തിന് ഉപമയുണ്ട്, മഴത്തുള്ളികളോടാണ് ഉപമിച്ചേക്കണേ. കണ്ണുനീരിനെ മഴത്തുള്ളി പോലെയാണ് ഉപമിച്ചേക്കണേ. ഇനി കണ്ണോ, കണ്ണ് ബീർബഹൂട്ടിയുടെ പോലെ ചുവപ്പും. ഇനി ബേല കഹനെ ലഗി. ബാരിഷ് നമ്മൾ മുമ്പ് പറഞ്ഞതല്ലേ, ബാരിഷ് എന്താ, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, ബർസാത്ത് എന്ന് പറഞ്ഞാലും മഴ. ബേല കഹനെ ലഗി മേ ചിഡാവും അബ് തുമേ രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ. അവള് ആ സങ്കടം മറയ്ക്കാൻ വേണ്ടി ഒരു കാണിക്കുകയാണ് അവിടെ. എന്താ കാണിക്കണേ, മേ ചിഡാവും അബ് തുമേ, ഞാൻ നിന്നെ ഇപ്പം ദേഷ്യം പിടിപ്പിക്കട്ടെ. ചിഡാവും ദേഷ്യം പിടിപ്പിക്കുക, ചിഡാന ദേഷ്യം പിടിപ്പിക്കുക. മേ ചിഡാവു അബ് തുമേ, ഞാൻ ദേഷ്യം പിടിപ്പിക്കട്ടെ. രോനി സൂരജ്, കരയണ കുട്ടി പറയാണ്. സൂരത് എന്ന് പറഞ്ഞാൽ മുഖം, കരയുന്ന മുഖമുള്ള കുട്ടിന്ന്. രോനി സൂരജ് സാഹിൽ, രോനി സൂരജ് സാഹിൽ. അങ്ങനെ ആ ലാസ്റ്റ് അവരുടെ കൂടിക്കാഴ്ച അവിടെ അവസാനിക്കുകയാണ്. ഇനി കഥാകൃത്തിൻ്റെ ആ മിടുക്ക് കാണിക്കുകയാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ, കേട്ടോളൂ. ബാരിഷെ ആനെ മേ 1.5 മഹീന ബാക്കി ധ. മഴക്കാലം ആവാൻ ഇനിയും ഒരു 1.5 മാസം കൂടി ഉണ്ടെന്ന്. ബാരിഷാനേമേ, മഴ വരുന്നതിൽ, മഴ വരാൻ ഇനിയും സമയം ബാക്കിയാണ്. മഹീന പറഞ്ഞാൽ മാസമാണ് കേട്ടോ. 1.5 മഹീന ബാക്കി ധാ, 1.5 മാസം ബാക്കിയുണ്ട്. ലേക്കിൻ യഹ് ബാരിഷോം സേ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ധാ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ റിസൾട്ട് വരുന്ന സമയം നമ്മുടെ ഇവിടെ ജൂണിൽ മഴ തുടങ്ങിയാലും അവിടെ ഇപ്പോൾ രാജസ്ഥാൻ അവിടെയൊക്കെ കുറച്ചും കൂടി വൈകിട്ടാണ് തുടങ്ങുക, ഒരു 1-1.5 മാസം അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഇനിയും 1.5 മാസം, നമ്മുടെ റിസൾട്ട് വരുന്ന കാലത്താകുമ്പോഴേക്കും മഴക്കാലാവും, അവിടെ കുറച്ചും കൂടി ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ടേ മഴ വരുള്ളൂ. ലേക്കിൻ യഹ് ബാരിഷോം സേ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ധാ. എന്താ പറയണേ, ഇത് ലേക്കിൻ എന്നാൽ ഇത്, ഏത്, ആ ദിവസം, അവർ ഈ പിരിയണ ആ ദിവസം, ആ സമയത്തുള്ള ആ ദിവസം. ബാരിഷോം സേ പെഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ധാ, ഇത് മഴയ്ക്ക് മുമ്പുള്ള മഴയുടെ ഒരു ദിവസമായിരുന്നു എന്ന്. അതിന് പല പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ പറയണേന്ന് നോക്കാം. ആസ്മാൻ മേഘടായേം ഖിരി ധി. ഇനി
നിങ്ങളെ ആ സൈഡിൽ നോക്കൂ, അതേപോലെ അവിടെ ഒരു ചോദ്യമുണ്ട്. യഹ് ബാരിഷോം സെ പെഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേന്ന് അവിടെ ചോദ്യമുണ്ട്. യഹ് കൈസേ സാർത്ഥക് ഹോത്താ ഹെ, ഇതെങ്ങനെയാ സാർത്ഥകമാവണേന്ന്, ഇതിവിടെ എങ്ങനെയാ യോജിക്കണേ ചോദിക്കുകയാണ്. ഇതിന് നിങ്ങൾക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ ഒരു കടൽ പലപ്പോഴും കാണിക്കാറുണ്ട്. സങ്കടമായിട്ട് കഥാപാത്രങ്ങൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കടലത്തെ തിരമാല വരുന്ന ശബ്ദം കേൾപ്പിക്കും, അല്ലെങ്കിൽ ഒരു കടൽ കാണിക്കും. അതായത് അവരുടെ മനസ്സിൻ്റെ ആ പ്രക്ഷുബ്ധാവസ്ഥ കാണിക്കല്ലേ. അതേപോലെ ഇവർ രണ്ടുപേരും കരയണ ഈ സമയത്ത് തന്നെ പ്രകൃതിയും കൂടിയും ഇവരുടെ ഒപ്പാന്ന് കാണിക്കാൻ കഥാകാരൻ്റെ ഒരു സാമർഥ്യം, ഒരു മിടുക്കാണ് അവിടെ. എന്ത് മഴക്കാലമല്ലാത്ത ആ കാലത്ത് പോലും മഴ പെയ്തു എന്ന്. അതായത് ഇവർ ബേലെ സാഹിലും കരയാണ്, പുറത്ത് പ്രകൃതിയും കരയാണ്, പ്രകൃതിയും മഴ പെയ്ത് അവരോട് കൂടി ചേരുക എന്നാണ്. അപ്പം ഇവിടെ ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? പിന്നെ ഇങ്ങനെ പറയാം, എന്താ പറയുക? കഭി കഭി മനുഷ്യ के मन की भावना को दिखाने के लिए प्रकृति की सहायता लेते हैं. ആരെ കേട്ടോളൂ? കഭി കഭി കഹാനിക്കാർ, ഇടയ്ക്കിടയ്ക്ക്, അതായത് ചിലപ്പോഴൊക്കെ ഈ കഥാകൃത്തുക്കൾ അല്ലേ, കഭി കഭി കഹാനിക്കാർ മനുഷ്യ के मन की भावना को दिखाने के लिए, മനുഷ്യ മനസ്സിൻ്റെ ആ ഭാവനകളെ, ആ തോന്നലുകളെ കാണിക്കാൻ പ്രകൃതിക്ക് സഹായത ലേത്തെ ഹെ, പ്രകൃതിയുടെ സഹായം തേടാറുണ്ട് എന്ന്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യഹാം ഭി ഐസാ ഹുവാ ഹെ, ഇവിടെയും അതന്നെ ഉണ്ടായിക്കണേന്ന്. സാഹിൽ ഔർ ബേല രോ രഹേ ഹെ, ഇവർ രണ്ടാളും കരയാണ്. പ്രകൃതി ഭി ബാരിഷ് കെ മാധ്യം സെ രോ രഹി ഹെ, പ്രകൃതിയും ആ മഴയിലൂടെ കരയന്നെയാണ് എന്ന്. ഇവരുടെ പോലെ പ്രകൃതിയും ഇവരുടെ കൂടെ കരയാണ് എന്ന്. ആ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. നല്ലൊരു വർണ്ണനയാണ് അല്ലേ. ഇനി അടുത്തത്, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതിൽ ലാസ്റ്റ് ഘടന ഇവിടെ വരും. എന്താ ലാസ്റ്റ് ഘടന? നമ്മൾ പറഞ്ഞു ബേല ഔർ സാഹിൽ കാ ഏക് ദൂസറേ സെ അലഗ് ഹോന, ബേലയും സാഹിലും പരസ്പരം വേർപിരിയ. ആ ഭാഗമാണ് ഇപ്പം നമ്മൾ വായിക്കണത്. ഇനി ആസ്മാൻ മേഘടായേം ഘിരീധി, ആകാശത്ത് കാർമേഘങ്ങൾ നല്ലോണം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ധൂൽ ഭരി തേസ് ഹവായെ ചൽ രഹി ധി, പൊടിക്കാറ്റാണ് അവിടെ അടിക്കണേന്ന്. രാജസ്ഥാനല്ലേ, ധൂൽ പൊടി, ഹവ കാറ്റ്. പാനി ബരസ് രഹാ ഥ, മഴ പെയ്യായിരുന്നു. ഫുലേര കസ്ബെ കി ബാദൽ ഛായി ഏക് ഗലി മേ 5वीं से 6ठी में चली गई एक लड़की जा रही थी. ഫുലേര കസ്ബയുടെ കാർമേഘം നിറഞ്ഞ ആ തെരുവിലൂടെ, ഒരു തെരുവിലൂടെ 5ൽ നിന്ന് 6ലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി പോവാണ്. उसके भूरे बाल बीर बहुटियों के रंग के लाल रिबन से बंधे थे. അടുത്ത ഉപമ കേട്ടോളൂ. ഉസ്കെ ഭൂരെ ബാൽ, കിസ്കെ ഭൂരെ ബാൽ? ബേലാക്കെ ഭൂരെ ബാൽ, ബേലയുടെ ബാൽമുടിയാണല്ലോ. മുടി തവിട്ട് നിറമുള്ള മുടിന്ന്, അതായത് നല്ല കറുപ്പല്ല, അത്രയേ ഉള്ളൂ. ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയോം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ധേ, ബീർ ബഹൂട്ടിയുടെ കളറുള്ള ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പോവുകയാണ്. അതായത് 5ൽ നിന്ന് 6ലേക്ക് ജയിച്ച ഒരു പെൺകുട്ടി, തലയിൽ ബീർ ബഹൂട്ടിയുടെ കളറുള്ള റിബൺ കെട്ടിയ പെൺകുട്ടി ഫുലേര കസ്ബയിൽ കൂടെ പോകുന്നു. ഇനി അപ്പുറത്തോ ദൂസരി ദിശാക്കോ ജാതി ഏക് ഗലീമേ, അതായത് അടുത്ത വഴി, അതായത് ഈ ബേല ഈ ഭാഗത്തേക്കും പോവുകയാണ്, സാഹില് ആ ഭാഗത്തേക്കും പോവുകയാണ്. ആ ചിത്രം തന്നെ നോക്കൂ. ദൂസരി ദിശാക്കോ ജാതി ഏക് ഗലീമേ, വേറൊരു വഴിക്ക് പോകുന്ന തെരുവിൽ 5वीं से 6ठी में गया एक 11 साल का लड़का जा रहा था. 5ൽ നിന്ന് 6ലേക്ക് ജയിച്ച ഒരു 11 വയസ്സുള്ള കുട്ടി പോകുകയായിരുന്നു. ഇവിടെ എടുത്ത് പറയേണ്ട 11 സാലിന് എത്ര? 11 1 2 3 4 5 6 7 8 9 10 11. 11 എന്ന് പറഞ്ഞാൽ 11 അല്ലേ. ഏകദേശം 5ൽ നിന്ന് 6ലേക്ക് ജയിക്കുമ്പോൾ എത്ര വയസ്സെന്ന് കണക്ക് കൂട്ടിയാൽ മതി അല്ലേ. ഈ 11 സാൽ എന്നുള്ളത് നമുക്ക് പ്രയോജനം വരിക പട്കഥ എഴുതുമ്പോഴാണ്. പട്കഥ എഴുതുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരെഴുതുമ്പോൾ അവരുടെ വയസ്സും അവരുടെ വേഷവും കൂടിയും കൂടെ എഴുതണം. അപ്പം അവിടെ നമുക്കിത് ഓർമ്മിക്കാം കേട്ടോ. ഇനി ഏക് 11 സാൽ കാ ലഡ്കാ ജാ രഹാ ഥാ. ഇസ്കി പിണ്ടലി മേം, ആരുടെ? കിസ്കി? സാഹിൽ കി പിണ്ടലി മേം, സാഹിലിൻ്റെ കാൽവണ്ണയിലെ ബീർ ബഹൂട്ടി കെ രംഗ് കാ സാ 1 इंच ലംബ ചോട്ട് കാ നിശാൻ ഥാ.
അവിടെ അവളുടെ പറഞ്ഞത് എന്താ, ബീർബഹൂട്ടിയുടെ കളറുള്ള റിബൺ. ഇവിടെ അവൻ്റെ പറയണത് ബീർബഹൂട്ടിയുടെ കളറ് പോലെ, രംഗ് കാ സാവ്, കളറ് പോലെ, 1 ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ ഥാ, ചോട്ട് മുറിവ്, നിശാൻ അടയാളം, ഒരു മുറിവിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ബീർബഹൂട്ടിയുടെ കളറ് പോലെ 1 ഇഞ്ച് നീളമുള്ള ഒരു കാലുമ്മ അടയാളം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരെ 2 വഴിക്ക് പിരിഞ്ഞു പോണത് കാണിച്ച് കഥാകാരൻ ആ കഥ അവിടെ നിർത്തുകയാണ്. കുട്ടികളെ, നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടമായോ? നല്ലൊരു കഥയാണ് അല്ലേ? അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഫസ്റ്റ് പറയണത് എന്താ, ഈ ദുക്കാൻദാർ പീഡിയക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ പറയില്ലേ, ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. ദുക്കാൻദാർ പീഡിയക്കാരൻ പറയണില്ലേ, ഒരു എന്താ പറയണത്, മഴ വരണ കണ്ടിട്ട്, കാർമേഘം കണ്ടിട്ട് ഒരിക്കലും കുടം കമഴ്ത്തരുത്, കുടത്തിലുള്ള വെള്ളം കൂടിയും കളയരുത് അല്ലേ. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട്, മഴ പെയ്തിട്ടില്ല, മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളതും കൂടിയും കളയരുത് എന്ന്. എന്താ ഇനി ഹിന്ദിയിൽ പറയുക, किसी वस्तु को मिलने की प्रतीक्षा में हमारे हाथ की वस्तु को नहीं छोड़ना चाहिए. നമുക്ക് എന്തെങ്കിലും വസ്തു കിട്ടുമെന്ന് വിചാരിച്ച്, അതായത് ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിലുള്ളതും കൂടിയും കളയരുത് എന്ന് അല്ലേ. ആ ഭാഗം പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവളൊക്കെ എന്തുകൊണ്ടാണ് മാട്സാബ് സുരേന്ദർജി അങ്ങനെ പെരുമാറിയപ്പോൾ നാണക്കേട് തോന്നിയെന്ന്. എന്താ കാരണം, സുരേന്ദർജി അങ്ങനെ പെരുമാറിയത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായതുകൊണ്ടാണ് ഇവൾക്ക് നാണക്കേട് തോന്നിയെന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, ഈ ഗാന്ധി സ്ക്വയറിൽ വെച്ച് കുട്ടികൾ കളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രതിമ ഒന്നുകൂടി ചിരിക്കണ പോലെ തോന്നി, എന്തുകൊണ്ടെന്ന് അതും നമ്മൾ പറഞ്ഞു അല്ലേ. ചാരോമോർ ഖുഷി കാ വാതാവരൺ ധാ, അതും നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് ഇവിടെ എന്താ, യഹ് ബാരിഷോം സെ പെഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ധാ, ഇത് മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു എന്ന് പറയാൻ കാരണം അതും നമ്മൾ പറഞ്ഞു. കഥാകാരൻ്റെ മിടുക്കാണ് അവിടെ കാണിക്കണം. പ്രകൃതിയും കഥാപാത്രങ്ങളുടെ മനസ്സും ഒരുപോലെ ഇണങ്ങിയെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്.